നമസ്കാരം. വയനാട് മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ നരഭോജിക്കടുവയെ പിടികൂടാത്തതിൽ പ്രതിഷേധം ഇരമ്പുകയാണ്. ദൗത്യസംഘത്തിന്റെ ബേസ് ക്യാമ്പ് ജനങ്ങൾ ഉപരോധിച്ചു. കടുവയെ വെടിവെച്ചു കൊല്ലണം എന്ന ആവശ്യത്തിലാണ് നാട്ടുകാർ. കടുവയുടെ ആക്രമണത്തിൽ മരിച്ച രാധയുടെ സംസ്കാരം കഴിഞ്ഞതോടെ കടുവയെ വെടിവെച്ചു കൊല്ലും എന്ന തീരുമാനത്തിൽ നിന്ന് ഉദ്യോഗസ്ഥർ പിന്മാറുകയാണ് എന്ന് പ്രദേശവാസികൾ പറയുന്നു. കടുവയെ പിടികൂടാനാകാത്ത സാഹചര്യത്തിൽ നാളെ വയനാട്ടിൽ ഉന്നതതല യോഗം ചേരും. വനമന്ത്രി AK ശശീന്ദ്രൻ വയനാട്ടിൽ എത്തും. വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച ഓർത്തഡോക്സ് സഭാധ്യക്ഷനും രംഗത്ത് വന്നു. നഷ്ടപരിഹാരം നൽകി തലയൂരുന്ന പതിവ് രീതി എത്ര കാലം തുടരുമെന്ന് മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ ചോദിച്ചു. വന്യജീവി ആക്രമണങ്ങൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുമ്പോൾ മലയോര മേഖലയിലെ വോട്ടു ബാങ്കുകൾ ലക്ഷ്യമിട്ട് UDFന്റെ മലയോര സമരയാത്രയ്ക്ക് തുടക്കമായി. വന്യമൃഗ ആക്രമണത്തിൽ നിന്നും മലയോര ജനതയെ രക്ഷിക്കുക, കാർഷിക മേഖലയിലെ തകർച്ചയ്ക്ക് പരിഹാരം കാണുക, ബഫർ സോൺ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മലയോര സമരയാത്ര. യാത്ര സമാപിക്കുമ്പോൾ വന്യജീവി പ്രശ്നത്തിന് കൃത്യമായ ഒരു ബദൽ തയ്യാറാക്കും എന്നും ഇത് സർക്കാരിന് സമർപ്പിക്കും എന്നുമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. ചർച്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം.